ഹായ് നമസ്കാരം, എല്ലാവർക്കും സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം കൊറോണയുടെ കേസുകളൊക്കെ കൂടി വരുന്നുണ്ട്. എക്സാമുകൾ CHSL മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് ശാശ്വതമല്ല, അതായത് പെട്ടെന്ന് കുറേ നാളത്തേക്ക് മാറ്റിവെക്കുന്നില്ല. നമുക്ക് ഇനി എക്സാമുകൾ വരും എന്ന് വെച്ച് നമ്മൾ ഉഴപ്പരുത്. കറക്റ്റായിട്ട് പഠിക്കുക. ഫ്രീ ആയിട്ട് ഇടുന്ന സമയങ്ങൾ നമ്മൾ ഉഴപ്പി നടക്കാതെ കറക്റ്റായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക. അതുപോലെ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കാണുക, ബുക്കുകൾ വായിക്കുക. ഓക്കെ, അങ്ങനെ സമയം നമ്മൾ ഒരിക്കലും കളയരുത്. പഠിക്കുക. എക്സാം ഉടനെ തന്നെ വരും. കൊറോണ മാറും, അങ്ങനെ പ്രതീക്ഷിക്കാം. നമുക്ക് നല്ലതിന് വേണ്ടി തന്നെ പ്രതീക്ഷിക്കാം. എക്സാമുകൾ മാറ്റിവെച്ച് എന്നൊക്കെ വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ജനുവരി മാസത്തിൽ 2021 ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട 10-45 കറണ്ട് അഫയേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് SSCക്കും PSCക്കും RRBക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്പെട്ടതാണ്. അത് ഏത് എക്സാമുകൾക്കും ഈ കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. ബാങ്കിങ് സെക്ടറിന് വരെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു 45 എണ്ണമാണ് ഞാൻ സെലക്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും നോക്കുക, പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് നെയിംഡ് ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ബൈ ഫ്യൂച്ചേഴ്സ് ഇൻഡസ്ട്രി അസോസിയേഷൻ FIA ഇൻ ജാനുവരി 2021? ഓക്കെ, ഈ ആരാണ് വേൾഡിലെ ലാർജസ്റ്റ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ബൈ ഫ്യൂച്ചേഴ്സ് ഇൻഡസ്ട്രി ആയിട്ട് എടുത്തിട്ട്? നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ്, NSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കറിയാം. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ആൻഡ് NSE അല്ലേ. BSEയുടെ ടോപ്പ് ഇൻഡെക്സിനെ പറയുന്നത് സെൻസെക്സ് എന്നല്ലേ. NSEയുടെ ഏതാണ്? നിഫ്റ്റി 50 50 കമ്പനികളുടെയാണ് നിഫ്റ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബോംബെയിലാണ്. ഓക്കെ, ബോംബെയിലാണ് NSEയുടെയും BSEയുടെയും ആസ്ഥാനം. ഇനി ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? സെബിയാണ്, SEBI, സെബി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് വാസ് ദ തീം ഓഫ് ദ 15th ഇന്ത്യ ഡിജിറ്റൽ സമ്മിറ്റ് 2021 വിർച്വലി ഓർഗനൈസ്ഡ് ബൈ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇൻ ജാനുവരി 2021? ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്താണ്? ആത്മനിർഭർ ഭാരത്. ഓക്കെ, നമ്മുടെ കൊറോണ വന്ന ശേഷം പ്രധാനമന്ത്രി മോദി ഒരു സമ്മേളനത്തിൽ ഒരു പ്രസ്സിൽ പറഞ്ഞിരുന്നതാണ്. അതായത് ആത്മനിർഭർ ഭാരത് എന്താണ്? അതായത് സ്വയം പര്യാപ്തമായ ഇന്ത്യ. അതാണ് ഇപ്പോൾ കൊറോണ വന്നതോടുകൂടി ലക്ഷ്യം അല്ലേ. ചൈനയിൽ പ്രശ്നങ്ങളായതുകൊണ്ട്, കൊറോണ വന്നതുകൊണ്ട് ഒരുപാട് കമ്പനികൾ ചൈന വിടുകയും ഇന്ത്യയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല അവസരമാക്കി എടുത്തിട്ട് അതിനെ ഉപയോഗപ്പെടുത്താനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Where was the 51st International Film Festival of India held? International Film Festival of India 2020 നടന്നത് എവിടെയാ? അത് പനാജി, ഗോവയിലാണ്. ഓക്കെ, ഗോവ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ആദ്യം എത്തുന്ന ബീച്ചുകളും കാര്യങ്ങളും. അത് മാത്രമല്ല PSCയുടെയും SSCയുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്? യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം കൂടിയാണ് ഇത്, ഗോവ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Which film won the Golden Peacock Award in the 51st IFFI Awards? ഓക്കെ, ഈ അവാർഡ് കിട്ടിയത്, ഗോൾഡൻ പീക്കോക്ക് അവാർഡ് കിട്ടിയത് ഏത് സിനിമയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടു ദ ഡാർക്ക്നെസ് എന്ന സിനിമയ്ക്കാണ്. ഓക്കെ, ഇൻ ടു ദ ഡാർക്ക്നെസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റീസെൻ്റ്ലി ഹോം മിനിസ്റ്റർ അമിത് ഷാ ലോഞ്ച്ഡ് വിച്ച് സ്കീം പ്രൊവൈഡിങ് ഫുൾ ബെനിഫിറ്റ്സ് ഓഫ് ദ ABPM-JY ടു ദ പേഴ്സണൽ ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ആംഡ് വിങ്ങിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ്. അത് അമിത് ഷായാണ് കൊണ്ടുവന്നത്, ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അത് ഏതാണ്? ആയുഷ്മാൻ CAPF ആണ്. ഓക്കെ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. ഓക്കെ, CAPF അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് കൺട്രി പാർട്ടിസിപ്പേറ്റഡ് വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻ ദ ഫസ്റ്റ് ബൈലാറ്ററൽ എയർ എക്സസൈസ് ഡെസേർട്ട് നൈറ്റ് 21? EKDK അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഹെൽഡ് അറ്റ് ജോധ്പൂർ. ഓക്കെ, എപ്പോഴും നമുക്ക് ബൈലാറ്ററൽ എക്സസൈസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയും റഷ്യയുമായിട്ടുണ്ട്, ഇന്ത്യയും ഫ്രാൻസുമായിട്ടുണ്ട്, ഇന്ത്യയും അമേരിക്കയുമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളായിട്ട് ബൈലാറ്ററൽ എക്സസൈസ് മിക്കപ്പോഴും നടക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് PASEX എന്നുള്ളൊരു ബൈലാറ്ററൽ എക്സസൈസ് നടന്നിരുന്നു. ഇത് ചോദ്യം എന്താണ്? എക്സസൈസ് ഡെസേർട്ട് നൈറ്റ് ആരായിട്ടാണ്? ഫ്രാൻസുമായിട്ടാണ്, ഇന്ത്യയും ഫ്രാൻസുമായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹു ബിക്കെയിം ദ ഫസ്റ്റ് ഫീമെയിൽ ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ടു ബി പാർട്ട് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ടാബ്ലോയ്സ് ഇൻ ദ റിപ്പബ്ലിക് ഡേ പരേഡ്? ഓക്കെ, ആദ്യത്തെ ഇന്ത്യൻ പൈലറ്റ് ഫൈറ്റർ ജെറ്റിലെ. ഓക്കെ, ആരാണ്? ഭാവന കാന്ത്. ഓക്കെ, ഭാവന കാന്താണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് കൺട്രീസ് ട്രൈ സർവീസ് ഫോഴ്സ് കണ്ടിൻജൻറ്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇന്ത്യാസ് 72nd റിപ്പബ്ലിക് ഡേ പരേഡ്? ഈ ഇന്ത്യയിലെ ട്രൈ സർവീസ് ഫോഴ്സ് ഏതാണ് വന്നത്? 72ാമത് റിപ്പബ്ലിക് ഡേ പരേഡിൽ വന്നത് ബംഗ്ലാദേശിൻ്റെയാണ്. ഓക്കെ,
ബംഗ്ലാദേശിൻ്റെ 50ാമത് സ്വാതന്ത്ര്യ വർഷം കൂടിയാണ് എന്ത് ഈ 2020. ഓക്കെ, 2021 അത് മോദി ഒക്കെ അവിടെ പോയി അങ്ങനെ കുറച്ച് ചീഫ് ഗസ്റ്റായിട്ടൊക്കെ പോയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ധാക്കയാണ്, ധാക്ക. ഓക്കെ, ഹു വാസ് ദ ഓൺലി ഫോറിനർ ടു റിസീവ് പത്മവിഭൂഷൺ അവാർഡ് ഇൻ 2021? 2021 പത്മവിഭൂഷൺ അവാർഡ് നേടിയത് ആരാണ്? ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെക്കാണ്. ഓക്കെ, ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ. ജപ്പാന്റെ ക്യാപിറ്റൽ ടോക്കിയോ. ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് നേഷൻ കൂടിയാണ് ഇത് ജപ്പാൻ. ഓക്കെ, ജപ്പാന്റെ കറൻസി യെൻ. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് among the worst hit countries due to extreme weather events as per the 16th edition of global climate risk index? അല്ലേ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഗ്ലോബൽ വാർമിങ്ങും അങ്ങനെ ഡിഫോറസ്റ്റേഷനൊക്കെ കൊണ്ട് എന്താണ് വെള്ളം, വരൾച്ച, ചൂട്, മറ്റേ എവിടെയാണ് മഞ്ഞുരുകുന്നു അല്ലേ, ആർട്ടിക് റീജിയൻ, അന്റാർട്ടിക് റീജിയനിൽ മഞ്ഞുരുകുന്നു, അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചിരുന്നത് ഏറ്റവും വേസ്റ്റ് ഹിറ്റ് കൺട്രീസാണ്, മോശമാണ്. അതായത് റാങ്ക് നല്ല റാങ്ക്, അത് ആദ്യത്തെ റാങ്കുകൾ എന്ന് വെച്ചാൽ ഏറ്റവും മോശമായ രാജ്യങ്ങളാണ്. നമുക്ക് ഇന്ത്യക്ക് 7ാം സ്ഥാനത്താണ്. ഓക്കെ, 7ാം സ്ഥാനം, 7th ആണ് ഇന്ത്യയുടെ അതിൽ റാങ്ക്. ഓക്കെ, ഫസ്റ്റ് കിട്ടിയത് മൊസാംബിക്കാണ്, സിംബാബ്വെ, മൊസാംബിക്, അങ്ങനെയാണ് ഫസ്റ്റ് 2 സ്ഥാനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ റിലീസ്ഡ് ദ ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റൽ ആൻഡ് റെഗുലേറ്ററി പോളിസീസ്? ഓക്കെ, ഇത് എപ്പോഴും റിലീസ് ചെയ്യുന്ന ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റൽ ആൻഡ് റെഗുലേറ്ററി പോളിസീസ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്കാണ് നമ്മുടെ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്കാണ് അല്ലേ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ഓക്കെ, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ കൂടി ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ഓക്കെ, ഇനി വാട്ട് വാസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദ 2020 കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് റിലീസ്ഡ് ബൈ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ? ഇത് ഏറ്റവും അതായത് കറപ്ഷൻ ഏറ്റവും അധികം അഴിമതിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 86th ആണ്. ഓക്കെ, 86th ആണ് ഇന്ത്യക്ക് ഈ സ്ഥാനം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇങ്ങനെയുള്ള എല്ലാ റാങ്കുകൾ, അതായത് കുറേ റാങ്കുകളുണ്ട്. പാസ്പോർട്ട് ഇൻഡെക്സ്, കറപ്ഷൻ ഇൻഡെക്സ്, ഫ്രീഡം ഇൻഡെക്സ്, പ്രസ് ഇൻഡെക്സ്, അങ്ങനെ കുറേ ഇൻഡെക്സുകളുണ്ട്. അത് റീസെൻ്റായിട്ട് ഓരോ വർഷത്തെ കറക്റ്റായിട്ട് പഠിക്കുക. എപ്പോഴും SSCക്കും RRBക്കും ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നതാണ്. എല്ലാ ഷിഫ്റ്റുകൾക്കും ഏതിൻ്റെങ്കിലും റിപ്പീറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സെയിം ഇയർ തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പ്രധാനപ്പെട്ടതായിട്ട് ഇന്ത്യയുടെ റാങ്കും ഫസ്റ്റ് റാങ്ക് ആരാണെന്ന് വെച്ചാൽ അതും പഠിക്കുക. ഓക്കെ, വാട്ട് വാസ് ഇന്ത്യസ് റാങ്ക് ഇൻ ഏഷ്യ പസഫിക് പേഴ്സണലൈസ്ഡ് ഹെൽത്ത് ഇൻഡെക്സ് 2020? 2020 ഏഷ്യ പസഫിക് പേഴ്സണലൈസ്ഡ് ഹെൽത്ത് ഇൻഡെക്സ് റാങ്ക് എത്രയാണ് ഇന്ത്യക്ക്? 10th ആണ്, 10ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ, ഫസ്റ്റ് സിംഗപ്പൂരാണ്. ഓക്കെ, ഫസ്റ്റ് സിംഗപ്പൂർ, 2ാമത് മലേഷ്യ, 10ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സിംഗപ്പൂർ ഫസ്റ്റും മലേഷ്യ സെക്കൻഡും. ഓക്കെ, ഇനി വിച്ച് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി റീസെൻ്റ്ലി ബിക്കേം എ സിഗ്നേറ്ററി ടു ക്ലൈമറ്റ് ആക്ഷൻ 100+ ടു അച്ചീവ് ദ പാരീസ് എഗ്രിമെൻറ്റ് ഗോൾസ് ഇൻ January 2021? ഓക്കെ, ഇത് ഏത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി? അത് ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഈ ക്ലൈമറ്റ് ആക്ഷൻ റിപ്പോർട്ടിൽ കഴിഞ്ഞ തവണ ഇൻഫോസിസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ കോട്ടാക് മഹീന്ദ്ര അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് കൺട്രി സൈൻഡ് ആൻ MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ടു ബൂസ്റ്റ് കോർപ്പറേഷൻ ഇൻ ഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ January 2021? ഓക്കെ, ഇന്ത്യയുമായിട്ട് ആരാണ് ഈ MOU സൈൻ ചെയ്തത്? ആരാണ്? ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഏറ്റവും ഡെവലപ്ഡ് രാഷ്ട്രമായ ജപ്പാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ 2-day വിർച്വൽ ഇവൻറ്റ് പരംബ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇൻ്റർനാഷണൽ സമ്മിറ്റ് 2021? ഏതൊക്കെ കൺട്രീസാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീംസ്റ്റെക് നേഷൻസ് ആണ്. ഓക്കെ, ബീംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ്, ബീംസ്റ്റെക്. ഓക്കെ, ബീംസ്റ്റെക്കിൽ 6 രാഷ്ട്രങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യ ഉൾപ്പെടെ 6. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓഫ് ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ദാറ്റ് ഫ്രെയിംഡ് ദ ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി 2021 to 26 ഓഫ് ഇന്ത്യ? ഓക്കെ, ഇതിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ മിനിസ്ട്രിയിൽ ആരാണ് ചെയർമാനായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്ററും കൊമേഴ്സ് മിനിസ്റ്ററും കൂടി ആയ ആരാണ്? ശ്രീ പീയൂഷ് ഗോയൽ. ഓക്കെ, പീയൂഷ് ഗോയലാണ്. ഓക്കെ, പീയൂഷ് ഗോയൽ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്ററും പിന്നെന്തുകൂടിയാണ് അദ്ദേഹം? കൊമേഴ്സ് മിനിസ്റ്ററും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേർ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ലൊക്കേറ്റഡ്?
എവിടെയാണ് ആദ്യത്തെ ഇന്ത്യയിലെ ലേബർ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തത്? എവിടെയാണ്? നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. കേരളത്തിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം എവിടെയാണ് കേരളത്തിലെ സ്ഥലം. ആലപ്പുഴ. ഓക്കെ, ആലപ്പുഴയിലാണ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആദ്യമായിട്ട് സ്ഥാപിച്ചത് ഇന്ത്യയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഹൂ വാസ് ദ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് മുല്ലാക്ക് മെഡൽ? മുല്ലാക്ക് മെഡൽ അതായത് എന്താണ്? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ആദ്യമായിട്ട് ഒരു മെഡൽ കൊണ്ടുവന്നതാണ്. ആദ്യമായിട്ടല്ല, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് മുല്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്ററുടെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നതാണ് മുല്ലാക്ക് മെഡൽ. അതെന്താണ്? ബോക്സിംഗ് ഡേ ടെസ്റ്റ്, അതായത് ഡിസംബർ 26 നടക്കുന്ന ടെസ്റ്റിൽ വിജയിക്കല്ല, മാൻ ഓഫ് ദ മാച്ചിന് കൊടുക്കുന്ന അവാർഡാണ് മുല്ലാക്ക് മെഡൽ. അത് ഈ വർഷമാണ് ഏർപ്പെടുത്തിയത്. അത് കിട്ടിയത് ഈ വർഷത്തെ ടെസ്റ്റിൽ, ആ ബോക്സിംഗ് ഡേ ടെസ്റ്റ് വിജയിച്ചത് ആരാ? ഇന്ത്യയാണ്. അതിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രഹാനെ ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചും. ഓക്കെ, അജിങ്ക്യ രഹാനയ്ക്കാണ് ആദ്യത്തെ എന്ത് കിട്ടിയത്? മുല്ലാക്ക് മെഡൽ അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇത് ഈ തവണത്തെ CHSL ഷിഫ്റ്റുകളിൽ, അതായത് ഇപ്പോൾ കൊറോണ മാറ്റിവെക്കുന്നതിന് മുന്നുള്ള ഷിഫ്റ്റുകളിൽ ചോദിച്ചിരുന്ന ചോദ്യം കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് കൺട്രി ഗോട്ട് അപ്രൂവൽ ഫ്രം ദ യൂണിയൻ ക്യാബിനറ്റ് ഫോർ സൈനിങ് ആൻ MOU വിത്ത് ഇന്ത്യ ഫോർ കോഓപ്പറേഷൻ ഇൻ സോളാർ എനർജി സെക്ടർ? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ്? ഉസ്ബെക്കിസ്ഥാനാണ്. ഓക്കെ, ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? താഷ്കൻഡ്. ഓക്കെ, താഷ്കൻഡ് കരാറെന്ന് കേട്ടിട്ടില്ല? അതിൽ ഉസ്ബെക്കിസ്ഥാനിലെ അതാണ് അതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഹൂ വാസ് അവാർഡഡ് ദ നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്? നെൽസൺ മണ്ടേല അല്ലേ? നെൽസൺ മണ്ടേല എവിടുത്തുകാരനാ? ആഫ്രിക്കയിലല്ലേ? ആഫ്രിക്കയിലെ മാഡിബ എന്നൊക്കെ വിളിക്കുന്ന നെൽസൺ മണ്ടേല അവാർഡ്, വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? രവി ഗെയ്ക്വാദ്. അദ്ദേഹം ഒരു IPS ഓഫീസറാണ്. ഓക്കെ, രവി ഗെയ്ക്വാദിനാണ് ഈ വർഷത്തെ നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ടോപ്ഡ് ഇൻ സെക്കൻഡ് എഡിഷൻ ഓഫ് ഇന്ത്യൻ ഇന്നോവേഷൻ ഇൻഡെക്സ് 2020 അണ്ടർ മേജർ സ്റ്റേറ്റ്സ് കാറ്റഗറി? സെക്കൻഡ് എഡിഷനിൽ ഓഫ് ഇന്ത്യൻ ഇന്നോവേഷൻ ഇൻഡെക്സിൽ മേജർ സ്റ്റേറ്റ്സ് കാറ്റഗറിയിൽ ആരാണ് ടോപ്പായത്? കർണാടകമാണ്. നമ്മുടെ അയൽ സംസ്ഥാനം കൂടിയായ കർണാടകമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് വാസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ 2021 മിലിറ്ററി സ്ട്രെങ്ത് റാങ്കിങ് ലിസ്റ്റഡ് ബൈ ഗ്ലോബൽ ഫയർ പവർ? ഓക്കെ, ഈ ഗ്ലോബൽ ഫയർ പവർ എന്ന് വെച്ചാൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ ആർക്കാണ് ഫസ്റ്റ് സ്ഥാനം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ്? അത് നമ്മൾ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും. globalfirepower.com അടിച്ചാൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് USA ആണ്, 2ാം സ്ഥാനം റഷ്യയാണ്, 3ാം സ്ഥാനം ചൈനയാണ്, 4ാം സ്ഥാനം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4. 5ാം സ്ഥാനം ആർക്കാ? 5ാം സ്ഥാനം ജപ്പാനാണ്. 5ാം സ്ഥാനം ജപ്പാനാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി ടെസ്റ്റ് ഫയർഡ് ദ ഇൻഡിജിനിയസ് സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ SAAW ഫ്രം ദ ഹോക്ക് ഐ എയർക്രാഫ്റ്റ് നിയർ ദ കോസ്റ്റ് ഓഫ് ഒഡീഷ? ഇത് ഇങ്ങനെയുള്ള മിലിറ്ററിയുടെ കാര്യങ്ങൾ, ആർമിയുടെ മിലിറ്ററിയുടെ ഒക്കെ കാര്യങ്ങൾ പഠിക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എന്താ പറയുക, ഇതിങ്ങനെ പഠിക്കുക. ടെസ്റ്റിഫൈഡ് ദ ഇൻഡിജിനസ് സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ ഫ്രം ദ ഹോക്ക് കോസ്റ്റ് ഓഫ് ഒഡീഷയിൽ നിന്ന് വിട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. HALൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതും ബാംഗ്ലൂർ തന്നെയാണ്. ഓക്കെ, ഗാർഡൻ സിറ്റി എന്നൊക്കെ പറയുന്നത് ബാംഗ്ലൂർ. ഇനി വിച്ച് കൺട്രി വിൽ ചെയർ ദ UNSC കൗണ്ടർ ടെററിസം കമ്മിറ്റി ഫോർ 2022? ഓക്കെ, ഏത് കൺട്രിയാണ് UNSCയുടെ കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്? ആരാണ്? ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് സാറ്റലൈറ്റ് ആമസോണിയ 1 വിൽ ബി ലോഞ്ച്ഡ് ബൈ ISRO. ആമസോണിയ 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആമസോൺ എവിടത്തെയാണ്, ഏത് രാജ്യങ്ങളുടെ? സൗത്ത് അമേരിക്ക അല്ലേ? സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് അല്ലേ? അപ്പോൾ ഏതായിരിക്കും എൻ്റെ ആൻസർ? ബ്രസീൽ തന്നെ ആയിരിക്കും അല്ലേ? ബ്രസീലിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ബ്രസീലിയാണ്. റിയോ ഡി ജനീറോ അല്ല. റിയോ ഡി ജനീറോ പണ്ടത്തെ ക്യാപിറ്റലാണ്. ഇപ്പോൾ 1960 മുതൽ റിയോ ഡി ജനീറോ അല്ല, ബ്രസീലിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. What was the theme of the 16th പ്രവാസി ഭാരതീയ ദിവസ് ദാറ്റ് വാസ് സെലിബ്രേറ്റഡ് ഓൺ January 9, 2021? അതായത് January 9 എന്താണ്? നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അവിടുത്തെ വക്കീൽ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നു അല്ലേ? ആ ദിവസം തന്നെ എന്താണ് പറയുന്നത്? പ്രവാസി ഭാരതീയ ദിവസം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്നത് അല്ലേ? പ്രവാസികളുടെ ദിനം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൽ വാട്ട് വാസ് ദ തീം ഓഫ് ദ 16th പ്രവാസി ഭാരതീയ ദിവസ്? 16ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്ത്? നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമായ ഇന്ത്യ അല്ലേ? സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കുക, ടെക്നോളജി എല്ലാം സ്വയം യൂസ് ചെയ്ത് ഇവിടെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ആ ഒരു പരിപാടിയാണ് എന്ത്? ആത്മനിർഭർ ഭാരത്. അപ്പോൾ പ്രവാസികളോട് എന്ത് ചെയ്യുക? ഇവിടെ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് വാസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ 3rd എഡിഷൻ ഓഫ് ഡിജിറ്റൽ എവല്യൂഷൻ സ്കോർ ബോർഡ്
2020 developed by Tufts University's Fletcher School in പാർട്ണർഷിപ്പ് വിത്ത് മാസ്റ്റർ കാർഡ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിജിറ്റൽ എവല്യൂഷൻ സ്കോർ കാർഡിൽ ഇന്ത്യയുടെ റാങ്ക് 4th റാങ്കാണ്. ഓക്കെ, ഈ റാങ്ക് നേരെ അങ്ങ് പഠിക്കുക. ഓക്കെ, കൂടുതൽ ഇത് വായിച്ച് ഇതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകാൻ നിൽക്കണ്ട. ഇതിൽ ഈ വാക്കുകൾ കാണുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ് ഇന്ത്യയുടെ റാങ്ക് 4ാം സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കാം. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. വിച്ച് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വിൽ ഗെറ്റ് ദ DRDO's ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് retractable landing gear RLG. ഓക്കെ, സിസ്റ്റംസ് ആസ് ഓഫ് ജനുവരി 2021. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആർമിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഏരിയൽ വെഹിക്കിൾ ഇത് DRDOയുടെയാണ്. എന്താണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അല്ലേ? അൺമാൻഡ് എന്ന് വെച്ചാൽ എന്താ, റോബോട്ട് തന്നെ ഓടിക്കും, നമ്മൾ മനുഷ്യർ വേണ്ട അല്ലേ? അപ്പോൾ അത് അതിൻ്റെ പേരാണെന്ത്, തപസ് BH201. തപസ് TAPS. ഓക്കെ, തപസ് BH201 എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അതും അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി വിച്ച് പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ് ത്രൂ വേരിയസ് ഓൺലൈൻ ട്രെയിനിങ് മൊഡ്യൂൾസ്? വിച്ച് പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ് ത്രൂ വേരിയസ് ഓൺലൈൻ ട്രെയിനിങ് മൊഡ്യൂൾസ്? എന്താണെന്ന് വെച്ചാൽ URISE എന്നാണ് അതിൻ്റെ ഓൺലൈൻ പോർട്ടലിൻ്റെ പേര്. URISE. ഓക്കെ, അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ് അത് കൊണ്ടുവന്നത്. ഓക്കെ, URISE. ഇനി വിച്ച് ബാങ്ക് റീസെൻ്റ്ലി സൈൻഡ് ആൻ MOU വിത്ത് ജയ് കിസാൻ, എ റൂറൽ ഫോക്കസ്ഡ് ഫിൻടെക് പ്ലാറ്റ്ഫോം ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഫാം ആൻഡ് നോൺ ഫാം എൻ്റർപ്രൈസ് ഇൻ ജാനുവരി 2021. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? MOU വിത്ത് ജയ് കിസാൻ എന്ന് പറഞ്ഞ ഒരു റൂറൽ ഫോക്കസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അതായത് കർഷകർക്ക്, അതായത് എന്താണ്, കർഷകർക്കും അല്ലാതെയുള്ള എൻ്റർപ്രണേഴ്സ് എന്ന് വെച്ചാൽ എന്താ, സംരംഭകർ. ഈ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്തത് ഏത് ബാങ്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക്. കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, ഈ ബാങ്കാണ് ഗ്രാമീൺ ബാങ്ക്. നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗ്രാമീൺ ബാങ്കാണ്, പക്ഷേ ഓപ്ഷനിൽ 1, 2 രണ്ടും ഗ്രാമീൺ ബാങ്ക് തന്നെയാണല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് സ്റ്റേറ്റ് റിസീവ്ഡ് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്റ്റേറ്റ് designated agencies category for its effective energy conservation program at the 30th National Energy Conservation Awards 2020? ഏത് സ്റ്റേറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? എന്താണ്? ഫോർ ഇറ്റ്സ് എഫക്റ്റീവ് എനർജി കൺസർവേഷൻ പ്രോഗ്രാം. എഫക്റ്റീവ് എനർജി കൺസർവേഷൻ പ്രോഗ്രാം ആരാണ്? നമ്മുടെ കൊച്ചു കേരളമാണ്. ഓക്കെ, കേരളം. ഇനി നെക്സ്റ്റ്. What was the theme of the 4th edition of One Planet Summit 2021 that was virtually organized by France? Theme of the 4th edition of One Planet Summit. One Planet Summit അതിൻ്റെ വിർച്വലി ആയിട്ടാണ് നടത്തിയത്, അതായത് ഇൻ്റർനെറ്റ് വഴിയാണ് നടത്തിയത്. ഓക്കെ, അതിൻ്റെ ഫ്രാൻസാണ് ഓർഗനൈസ് ചെയ്തത്. അതിൻ്റെ തീം എന്താണെന്ന ചോദ്യം. ഇതുപോലെ തീമുകളെല്ലാം പഠിക്കുക, പരമാവധി തീമുകൾ പഠിക്കുക. അതായത് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ക്ലൈമാറ്റിക് ഡേ, എർത്ത് ഡേ, വാട്ടർ ഡേ, അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും എന്ത് പഠിക്കുക? തീമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കറണ്ട് ഇയറിലെ തീമുകൾ മിക്കതും കൂടുതലും ഇൻ്റർനാഷണൽ ലെവലിൽ ആചരിക്കുന്ന ഓരോ സംഭവങ്ങളുടെ തീമുകളാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ആക്ട് ടുഗദർ ഫോർ നേച്ചർ എന്നാണ്. ലെറ്റ്സ് ആക്ട് ടുഗദർ ഫോർ നേച്ചർ. നമുക്ക് പ്രകൃതിക്കായിട്ട് ഒന്നൊരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് ഇതിൻ്റെ തീം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് കൺട്രി റീസെൻ്റ്ലി സൈൻഡ് 7 MOUs with India during 13th Virtual Defense Security Dialogues in January 2020? ഡിഫൻസ് സെക്യൂരിറ്റി ആണ്. ഡിഫൻസായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എപ്പോഴും SSCക്ക് പ്രിയപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. വിച്ച് കൺട്രി റീസെൻ്റ്ലി സൈൻഡ് 7 MOU, ഇന്ത്യയായിട്ട് 7 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ച രാജ്യം ഏതാണ്? വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഹനോയ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. Who was recently appointed as the full-time president of the United Nations COP26 Climate Conference to be held in Glasgow? ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന ഫുൾ ടൈം പ്രസിഡന്റ് COP26 26ാമത്തെ കേട്ടോ. 26th ക്ലൈമറ്റ് കോൺഫറൻസ് ഇൻ ജനുവരി 2020 ആരാണ്? അലോക് ശർമ്മയാണ്, ഇന്ത്യക്കാരനായ അലോക് ശർമ്മയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് അറിയാലോ ആസ്ഥാനം. ഓക്കെ, ഇനി വിച്ച് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഗോട്ട് അപ്രൂവൽ ഫ്രം ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഫോർ ഇറ്റ്സ് പ്രൊക്യൂർമെൻറ്റ് ഇൻ ജാനുവരി
2021 വിച്ച് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഗോട്ട് അപ്രൂവൽ. വീണ്ടും ഡിഫൻസായിട്ട് ബന്ധപ്പെട്ടാണ്. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. അപ്രൂവൽ ഫ്രം ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഫോർ ഇറ്റ്സ് പ്രൊക്യൂർമെൻറ്റ് ഇൻ ജാനുവരി 2021. ആ സമയത്ത് ഉണ്ടായിരുന്നത് തേജസ് ആണ്. തേജസ്. ഓക്കെ, ഇന്ത്യയുടെ അൺമാൻഡ് ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ് കൂടിയാണ് ഇത്, തേജസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് വാസ് ഇന്ത്യൻ പാസ്പോർട്ട് ഇൻഡെക്സ് റാങ്ക് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2021? ഓക്കെ, ഈ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എല്ലാ ഇൻഡെക്സുകൾ പഠിക്കണം. അതിൽ പാസ്പോർട്ട് ഇൻഡെക്സ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. മിക്കപ്പോഴും ഫസ്റ്റ് ആരാ വരുന്നത്? ജപ്പാനാണ്. ജപ്പാനിൽ 190 രാജ്യങ്ങളിൽ ജപ്പാനിൽ വിസ വേണ്ട അല്ലാതെ തന്നെ പാസ്പോർട്ട് അവരെ ജസ്റ്റ് ആ പാസ്പോർട്ട് മതി. അതായത് ജപ്പാൻ പൗരനായി കഴിഞ്ഞാൽ എന്ത് പറ്റും? വിസ ഇല്ലാതെ ആ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്ത്യക്ക് പറ്റുമോ? ഇന്ത്യക്ക് അങ്ങനെ 58 സ്ഥലങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ, 85ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഇന്ത്യൻ മിസൈൽ റീസെൻ്റ്ലി ഗോട്ട് അപ്രൂവൽ ഫ്രം യൂണിയൻ ക്യാബിനറ്റ് ഫോർ എക്സ്പോർട്ട് സെയിൽസ് ടു ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ് ഓൺ ഡിസംബർ 2020? ഓക്കെ, വിച്ച് ഇന്ത്യൻ മിസൈൽ, ഏത് മിസൈലിനാണ് അപ്രൂവൽ കിട്ടിയതെന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഏതാണ്? ആകാശ് മിസൈൽ. ആകാശ്. ഓക്കെ, ആകാശ് ഓർക്കുക, ആകാശ്. നെക്സ്റ്റ്, വിച്ച് ഓർഗനൈസേഷൻ റിലീസ്ഡ് എ റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ദാറ്റ് ഹൈലൈറ്റഡ് ദ പെർഫോമൻസ് ഓഫ് ബാങ്കിങ് ആൻഡ് അലൈഡ് സെക്ടേഴ്സ്? ഓക്കെ, ഇത് ഏത് ഓർഗനൈസേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. നെക്സ്റ്റ് നോക്കാം. വിച്ച് വാസ് ദ ഓൺലി ഓതറൈസ്ഡ് ബാങ്ക് ഇൻ ഇന്ത്യ ടു ഇഷ്യൂ ദ ഇലക്ട്രൽ ബോണ്ട്സ് ആസ് ഓഫ് ഡിസംബർ 2020? ഇലക്ട്രൽ ബോണ്ടുകൾക്ക് പുറപ്പെടുവിക്കാൻ ഇതുള്ള അനുമതിയുള്ള ഏക ബാങ്ക് ഏതാണ്? SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് കൂടിയാണ് ഇത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് 41ാം ചോദ്യം. വിച്ച് കൺട്രീസ് MOU വിത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഫോർ cooperation in the peaceful use of outer space got approved by the Union Cabinet chaired by Prime Minister Modi on December 2021? ഏത് രാജ്യത്തിൻ്റെ ആയിട്ടാണ് ഇന്ത്യ MOU സൈൻ ചെയ്തത് ഈ കാര്യത്തിന്? ഏതാണ്? നമ്മുടെ ഒരു തൊട്ടടുത്തുള്ള രാജ്യമായ ഏതാണ്? ഭൂട്ടാൻ. ഓക്കെ, ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ ഏതാ? തിമ്പു. ഓക്കെ, ഇടിമിന്നലിൻ്റെ നാട് കൂടിയാണ് എന്ത്? ഭൂട്ടാൻ. ഇപ്പോൾ കൊറോണ വാക്സിൻ ഏകദേശം 90% ആളുകളും സ്വീകരിച്ചൊരു രാജ്യം കൂടിയാണ് നമ്മുടെ ഭൂട്ടാൻ. ചെറിയ രാജ്യമാണ്, കുറച്ച് പോപ്പുലേഷൻ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയാണ് അവർക്ക് കൊറോണ വാക്സിൻ സ്പോൺസർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ അലോങ് സൈഡ് DRDO ഹാസ് കണ്ടക്റ്റഡ് ദ മെയ്ഡൻ ട്രയൽ ഓഫ് സഹായാക് NG, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ ഓൺ ഡിസംബർ 2020? ഓക്കെ, ഇത് ഏത് ഓർഗനൈസേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് ചോദ്യം. ഏതാണ്? നമ്മുടെ ഇന്ത്യൻ നേവിയാണ്. ഓക്കെ, ഇന്ത്യൻ നേവിയുടെ ചീഫ് ആരാണ്? കരംബീർ സിംഗ് ആണ്. അഡ്മിറൽ കരംബീർ സിംഗ് ആണ് ഇന്ത്യൻ നേവിയുടെ ചീഫ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് വൺ ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് അവാർഡ് ഇൻ ദ ആനുവൽ ഇവന്റ് ഓഫ് പ്രധാൻ മന്ത്രി ആവാസ് യോജന അർബൻ അവാർഡ് awarded by Prime Minister Modi in 2021? Which state has won the best performing state award in the annual event of Pradhan Mantri Awas Yojana? ഏത് സ്റ്റേറ്റിനാണ് ഈ അവാർഡ്? പ്രധാൻ മന്ത്രി ആവാസ് യോജന, അതായത് ഏറ്റവും കൂടുതൽ ആവാസ് യോജന ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു കൊടുത്ത അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഉത്തർപ്രദേശിനാണ്. ഉത്തർപ്രദേശിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണിത് ഉത്തർപ്രദേശ്. ഏകദേശം യൂറോപ്പിലെ ജനങ്ങൾ, അതായത് 20 കോടി ജനങ്ങൾ തന്നെ എവിടെയുണ്ട്? ഉത്തർപ്രദേശിലുണ്ട്. ചീഫ് മിനിസ്റ്റർ ആരാണ്? യോഗി ആദിത്യനാഥ്. ഓക്കെ, ക്യാപിറ്റൽ ലക്നൗ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേർ ഈസ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ബീങ് കൺസ്ട്രക്റ്റഡ് ആസ് ഓഫ് ജാനുവരി 2021? 2021 ജാനുവരിയിൽ പൂർത്തിയാകുന്നത് ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷനാണ്, കർണാടകയിൽ. ഓക്കെ, പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു? നമ്മുടെ ഗോരഖ്പൂർ അവിടെയൊക്കെയായിരുന്നു. ഉത്തർപ്രദേശിലെ വെസ്റ്റ് ബംഗാളിലെ ഗോരഖ്പൂർ ആയിരുന്നു. ഇപ്പോൾ അത് മാറി ഏതാണ്? ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷൻ അറ്റ് കർണാടക. ഇനി കേരളത്തിലാണെങ്കിലും നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും നീളമുള്ള പ്ലാറ്റ്ഫോം ഉള്ളത്. ഓക്കെ, പണിയെടുപ്പിക്കുന്നതല്ല ഉള്ളത്. ഓക്കെ, സോറി. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 44 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാം പഠിക്കുക. ഞാൻ ഉത്തരങ്ങളെല്ലാം കറക്റ്റാണ്. എക്സ്പ്ലനേഷൻ ഒരുപാട് എനിക്ക് പറ്റിയില്ല, എന്നാലും അറിയാവുന്ന എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ടൈപ്പ് ജനുവരി മാസത്തിലെയാണ്. ഇത് ഫെബ്രുവരിയിൽ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോസ് ഇടും. ഫെബ്രുവരി, മാർച്ച്, പിന്നെ നമ്മൾ ഡിസംബർ 2020 ഡിസംബർ, നവംബർ, അങ്ങനെ ബാക്കിലേക്ക് പോകാം. ഒരു 6 മാസം എക്സാമിന് മുന്നേ ഉള്ള ഒരു 6 മാസത്തെ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. പരമാവധി ഒരു വർഷത്തെ നോക്കുക പഠിക്കുക. എന്തായാലും 6 മാസത്തെ എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക.
അപ്പോൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്ക് നമുക്ക് ഒരുപാട് റാങ്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതായത് ഈ കറണ്ട് അഫയേഴ്സ് മിക്കവർക്കും അറിയില്ലായിരിക്കും എങ്ങനെയാലും. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് സ്കോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റാങ്കുകൾ മുന്നിലേക്ക് പോകും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ്. ഇപ്പോൾ നമുക്ക് SSCയുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, ബാക്കിയുള്ള GKകളും മാത്സിനും ഇംഗ്ലീഷിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ എപ്പോഴും ജനറൽ അവെയർനെസ് എപ്പോഴും ടഫായിരിക്കും. അതായത് ഈ എന്തായാലും മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലാണ് എപ്പോഴും ആ ഒരു ലെവൽ കിടക്കുന്നത്. നമ്മൾ അനലൈസിസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് കൂടുതൽ പ്രധാനപ്പെട്ടത് പഠിച്ചു കഴിഞ്ഞാൽ 8 മുതൽ 10 വരെയാണ് മിക്കപ്പോഴും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ചില ഷിഫ്റ്റുകളിൽ അതിലും മേലേക്ക് വരാം, അതായത് 10, 12 വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് അറിയുന്നവന് നല്ല മാർക്കും റാങ്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് തള്ളിക്കളയരുത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.